നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ ഡെൽ റേയിൽ റയൽ പരാജയപ്പെട്ടത് സ്വയം വരുത്തി വെച്ച വിനയാണ് എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്കുകളാണ് അവരെ പരാജയത്തിലേക്ക് തള്ളിവിട്ടത്. 84 മിനിറ്റ് വരെ മുന്നിൽ നിന്ന ടീം റൂഡിഗറും കോർട്ടുവയും തമ്മിലുള്ള മിസ്കമ്മ്യൂണിക്കേഷൻ കാരണം ഗോൾ വഴങ്ങുകയും മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോവുകയും ചെയ്തു. പിന്നെ അവസാനം ഹ്യൂൾസ് കൂണ്ടയുടെ ഗോൾ വന്നതും ബ്രയൻ ഡയസിൻ്റെ ഒരല്പം അദ്ദേഹം അമാന്തിച്ചതുകൊണ്ട് വന്ന പ്രശ്നമാണ്. അതിനെപ്പറ്റി പിന്നീട് ആഞ്ചലോട്ടി വിശദീകരിക്കുന്നുണ്ട്. ലൂക്ക മോഡ്രിച്ചും ബ്രാഹിമും തമ്മിലുള്ള ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമാണത്. അങ്ങനെയൊക്കെ സംഭവിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അങ്ങനെ തോറ്റു, ശരിയാണ്. പക്ഷെ ആ കളിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നിട്ട് കിലിയൻ എംബാപ്പെ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. കിടിലൻ ഗോൾ, ഫ്രീ കിക്ക് ഗോൾ. അതോടുകൂടി അദ്ദേഹം തൻ്റെ ഐഡോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെ മറികടന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഡെബ്യൂ സീസണിൽ ഗോൾ അടിച്ച കണക്കിൽ CR7 മറികടന്നു എന്നാണ് പറയുന്നത്. എംബാപ്പയുടെ ഈ നേട്ടത്തിൻ്റെ കണക്കുകളിലേക്ക് പോകാം. മോസ്റ്റ് ഗോൾ സ്കോർഡ് ഇൻ ദെയർ ഡെബ്യൂ സീസൺ ഫോർ റയൽ മാഡ്രിഡ്. റയൽ നൈറ്റിലെ ഡെബ്യൂ സീസണിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ കാര്യത്തിൽ 33 ഗോളുകളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയിരുന്നത്. 2009-2010 സീസണിലാണത്. റൂഡ് വാൻ നിസ്റ്റൽറോയി 2006-2007 സീസണിലും 33 ഗോളുകൾ നേടിയിരുന്നു. ഈ രണ്ട് മഹാരഥന്മാരെയും മറികടന്നിരിക്കുകയാണ് കിലിയൻ എംബാപ്പെ. 2024-25 സീസണിൽ ഓൾറെഡി അദ്ദേഹം റയൽ മാഡ്രിഡിനായിട്ട് 34 ഗോളുകൾ നേടിക്കഴിഞ്ഞു. ഇനിയും മത്സരങ്ങൾ ബാക്കി കിടപ്പാണ്. അതേസമയം അദ്ദേഹത്തിന് മുന്നിൽ ഇനി തകരാനൊരു റെക്കോർഡുണ്ട്. അത് റയലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ ഡെബ്യൂ സീസണിൽ നേടിയ ആളുടെ റെക്കോർഡാണ്. മറ്റാരുമല്ല, ഇവാൻ ജമറാനോയാണ് ആ റെക്കോർഡ് ഇട്ടിരുന്നത്. 92-93 സീസണിൽ 37 ഗോളുകളാണ് അദ്ദേഹം തൻ്റെ ഡെബ്യൂ സീസണിൽ റയലിനായിട്ട് നേടിയിട്ടുള്ളത്. അത് മറികടക്കാൻ ഇനി എംബാപ്പയ്ക്ക് വേണ്ടത് 4 ഗോളുകളാണ്. അതിലേക്ക് എംബാപ്പെ എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. പക്ഷേ റയലിന് ഈ സീസൺ അത്ര മികച്ചതല്ല. കോപ്പ ഡെൽ റേയിൽ ഇപ്പോൾ തോറ്റു കഴിഞ്ഞു. സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ നേരത്തെ ബാഴ്സയോട് തോറ്റു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി. ഇനിയിപ്പോൾ ലാ ലീഗയിൽ 2ാം സ്ഥാനത്താണ്. പക്ഷെ പ്രതീക്ഷ അവിടെ ബാക്കിയുണ്ട്. അതുപോലെ വലിയ പ്രതീക്ഷ ക്ലബ്ബ് വേൾഡ് കപ്പിലാണ്. എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.